ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റ് ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ. സ്നാക്സ് മാത്രമല്ല, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 2 വലിയ ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉരുളക്കിഴങ്ങുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 2 എണ്ണം മതിയാവുമേ. അപ്പോൾ അതെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ചെടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാമേ. അപ്പം ഞാൻ ചെറുതായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പം ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാമേ. അതിൻ്റെ അകത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില, അത് ഓപ്ഷനിലാണ് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്യുന്ന ഒരു സമയം മാത്രം മതി കേട്ടോ. ഉടനെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഒരു സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കൂടാതെ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയി വരികയാണല്ലോ. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് വെച്ചതാകുമ്പം നല്ല ടേസ്റ്റും ആണ്, കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും കിട്ടാനായിട്ട് സഹായിക്കേ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് പ്രത്യേക ഒരു മണം തരാനായിട്ടും അത് സഹായിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു നിറം കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എരിവിനൊക്കെ അനുസരിച്ച് നമുക്ക് 1 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കടലമാവാണ് കേട്ടോ, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ 4 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാമേ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒന്നും ചേർക്കണ്ട. വെള്ളം ഒന്നും ചേർക്കാതെ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഇത് വെച്ചാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ കയ്യിലൊന്ന് ഒട്ടി വരും എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമുക്കിത് കയ്യിൽ 2 കയ്യിലും ഒന്ന് ഓയിൽ തടകിയതിന് ശേഷം നമുക്കിത് ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് എടുത്ത് ജസ്റ്റ് നമുക്കൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇവിടെ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാമേ. അപ്പം ഞാൻ എല്ലാം ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ 2ലും നല്ലോണം ഒന്ന് ഓയിൽ തടവിയതിന് ശേഷം ഒരു ചെറുതായിട്ട് കുറച്ച് ഉരുള എടുത്തിട്ട് നമ്മളിത് കയ്യിൽ നടുകത്ത് വെച്ച് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും നമുക്കങ്ങ് ചെയ്തെടുക്കാമേ. ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്ന ആ ഒരു സമയം മാത്രം മതി കേട്ടോ. ഇത് തയ്യാറാക്കാനായിട്ട് സിമ്പിളാണ്. നമ്മൾ വേവിക്കാനൊന്നും വലിയ സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ ഇവിടെ അതേപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ ഷേപ്പിനൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് പാനിന് ഫുള്ളായിട്ട് ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് മുങ്ങി നിൽക്കുക കണക്കിനുള്ള എണ്ണയൊന്നും വേണ്ട. ആ പാന് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റായിട്ട് അതിലോട്ടങ്ങ് വച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇതിലോട്ടങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. വച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒരു സൈഡ് ഒന്ന് വേവിക്കുക. ഉടനെ തന്നെ നമുക്ക് മറിച്ചിട്ട് മറു സൈഡും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ 2 സൈഡും ഫുള്ളായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് മാറ്റാമേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞും എന്നാൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. റെസിപ്പി നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക്
കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടെ നല്ല പ്രോട്ടീൻ ഫുള്ളായിട്ടുള്ള ഒരു ഫുഡാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പം ഒരു സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാം. അതുകൂടാതെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇത് ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മറിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. രണ്ട് സൈഡും കൂടെ ഒന്ന് വെന്തതിന് ശേഷം നമുക്കിത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൈഡ് മറിച്ചിട്ട് അടുത്ത സൈഡും ഇതേപോലെ അങ്ങ് മറിച്ചിടുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് തയ്യാറാക്കുന്ന അതെല്ലാം ഒന്ന് കുഴച്ചെടുക്കുന്ന ഒരു സമയം മാത്രം മതിയേ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മറു സൈഡും കൂടെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് സൈഡും ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാമേ. കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ റെസിപ്പീസും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അതേപോലെ അങ്ങ് തയ്യാറാക്കി എടുക്കാമേ. അപ്പോൾ ഞാൻ ആദ്യത്തേതെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് അതേപോലെ അങ്ങ് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പീസാണ് കേട്ടോ എൻ്റെ ചാനലിൽ കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല ടേസ്റ്റുമാണ്, കാണാൻ നല്ല രസമല്ലേ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇവിടെ അകമെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അതുവരെ താങ്ക്